കുറച്ച് എണ്ണ മതി, മാത്രമല്ല കഴുകാനും എളുപ്പം. ദോശയായാലും ഓംലെറ്റ് ആയാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഭൂരിഭാഗം പേരുടെയും അടുക്കളയിൽ ഉണ്ടാകും ഒരു നോൺ സ്റ്റിക്ക് പാത്രം. പക്ഷേ ഈ പാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പനി പിടിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആ പനിയെ വിളിക്കുന്ന പേരാണ് ടെഫ്ലോൺ ഫ്ലൂ. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അമിതമായി ചൂടാകുമ്പോഴുണ്ടാകുന്ന പുകയാണ് ഈ പനിക്ക് പിന്നിൽ. അമേരിക്കയിൽ ഈ രോഗം പിടിപെട്ടത് നിരവധി പേർക്കാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെഫ്ലോൺ ഫ്ലൂ അഥവാ പോളിമർ ഫ്യൂം ഫീവർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 2023 250 അമേരിക്കക്കാരാണ് ഈ രോഗം മൂലം ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തലവേദന, ശരീരവേദന, പനി, തണുപ്പും വിറയലും എന്നിവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. നിങ്ങൾ ടെഫ്ലോൺ പാത്രങ്ങൾ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അമിതമായി ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പാത്രങ്ങളിൽ ഉണ്ടാകുന്ന സ്ക്രാച്ചുകളും ഇതിനുള്ളിലെ രാസവസ്തുക്കൾ വിഘടിക്കാൻ കാരണമാകും. ചൂടാകുമ്പോൾ ഇവ അന്തരീക്ഷത്തിലെ വായുവിൽ കലരും. ഈ വിഷവാതകം ശ്വസിക്കുന്നത് ഫ്ലൂവിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുക. കാർബണും ഫ്ലൂറിൻ ആറ്റങ്ങളും ഉപയോഗിച്ചാണ് സിന്തറ്റിക് കെമിക്കലായ ടെഫ്ലോൺ നിർമ്മിക്കുന്നത്. ഇവയാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ കോട്ടിങ്ങിനും ഉപയോഗിക്കുന്നത്. സാധാരണ താപത്തിൽ ഇവ ചൂടാക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അമിതമായി ചൂടാക്കുന്നതാണ് പ്രശ്നമാവുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന വിഷം ആഹാരത്തിൽ കലരും. അതിനാൽ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഇളകിയാൽ ഉടൻ പാത്രം മാറ്റി വാങ്ങുക എന്നതാണ് പരിഹാരം. ടെഫ്ലോൺ ഫ്ലൂ ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് ഗവേഷകർ ഇപ്പോൾ പഠിച്ചു വരികയാണ്. ഇത്തരം രാസവസ്തുക്കൾ ശ്വാസകോശത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതയാകാം ഫ്ലൂവിന്റെ ലക്ഷണങ്ങൾ കാട്ടുന്നതെന്നാണ് കരുതുന്നത്.